Hi everyone, welcome to Logic System Design by Nino. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് representation of signed numbers. Signed number means it will be either a positive number or negative number. We can represent a signed number in three formats. First one is signed magnitude representation. Second one is signed 1's complement representation, and the third one is signed 2's complement representation. Okay, today we will see how we can represent a signed number in these three formats. Okay, let's consider an example. Represent plus 10 in a 7-bit binary format. നമുക്ക് പ്ലസ് 10 എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് നമ്പറിനെയാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. ഈ ഒരു പോസിറ്റീവ് നമ്പറിനെ നമുക്ക് മൂന്ന് ഫോർമാറ്റിൽ സൈൻ മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷനിലും സൈൻഡ് 1's കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷനിലും സൈൻ 2's കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷനിലും എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 7-bit ബൈനറി നമ്പറാണ്, അതുപോലെ തന്നെ സൈൻഡ് നമ്പറാണ്. അവിടെ സൈൻ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്, ഇതൊരു പോസിറ്റീവ് നമ്പറാണ്. നമുക്ക് 7 ബിറ്റിലാണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഈ പ്ലസ് 10ൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 10 ആണ്. 10ന് ഇക്വലൻ്റ് ആയിട്ടുള്ള ബൈനറി എന്താണെന്നാണല്ലോ നോക്കേണ്ടത്. ഓക്കെ, 10 എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം 1010. 4 ബിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് 10നെ റെപ്രസെൻറ്റ് ചെയ്യാം. 1010 എന്നാണ് നമ്മൾ 10ൻ്റെ മാഗ്നിറ്റ്യൂഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇത് സൈൻഡ് നമ്പർ ആയതുകൊണ്ട് തന്നെ സൈനിന് വേണ്ടിയിട്ട് നമ്മളൊരു ബിറ്റ് പ്രിസർവ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ 7-bit ബൈനറി ആയിട്ടാണ് ഈ ഒരു നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ദെൻ ഇവിടെ 10ൻ്റെ ബൈനറി നമ്മൾ ഓൾറെഡി 4 ബിറ്റിൽ റെപ്രസെൻറ്റ് ചെയ്തു. ദെൻ അതിനെ നമുക്ക് 7 ബിറ്റിൽ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ, 10 എന്നുള്ളൊരു നമ്പറിനെ 6 ബിറ്റായിട്ട് ആദ്യം നമ്മൾ എഴുതാം. ഇവിടെ 7 ബിറ്റായിട്ടാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതെങ്കിൽ മാഗ്നിറ്റ്യൂഡിന് വേണ്ടിയിട്ട് 6 ബിറ്റും ഇതിനകത്ത് 6 ബിറ്റ് മാഗ്നിറ്റ്യൂഡിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ MSB സൈഡിൽ ഒരു ബിറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ സൈനിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, സൈൻഡ് നമ്പേഴ്സിൽ ഓൾവേസ് വി വിൽ പ്രിസർവ് എ ബിറ്റ് ഫോർ റെപ്രസെൻറ്റിങ് ഇറ്റ്സ് സൈൻ. ഓക്കെ, ദെൻ 7 ബിറ്റിലാണ് നമുക്ക് ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളതെങ്കിൽ നമ്മൾ അതിനകത്ത് 6 ബിറ്റ് മാഗ്നിറ്റ്യൂഡിനും ഒരു ബിറ്റ് സൈനിന് വേണ്ടിയിട്ടായിരിക്കും പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുക. ഈ ഒരു 10 എന്ന് പറയുന്ന നമ്പറിനെ നമ്മൾ ബൈനറിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 4 ബിറ്റ് മാത്രമേ ആവശ്യമുള്ളൂ. പക്ഷേ നമുക്കിവിടെ മാഗ്നിറ്റ്യൂഡ് 6 ബിറ്റായിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ഒരു 4 ബിറ്റിന് നമ്മൾ ആദ്യമായിട്ട് 6 ബിറ്റായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് 6 ബിറ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ടാവുക? 1010 എന്നുള്ളതാണ് 10ൻ്റെ ബൈനറി വരുന്നത്. ദെൻ അതിനെ 6 ബിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ MSB സൈഡിൽ 2 സീറോസ് കൂടെ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, നൗ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഗിവൺ നമ്പർ ഈസ് റെഡി. Then the plus 10 can be represented in sign magnitude form as 001010. This is the 6-bit magnitude, and now we have to add the sign bit. The sign bit will be the 7th bit, which is given as 0 because it is a positive number. അതായത് പ്ലസ് 10 എന്നുള്ളൊരു നമ്പറിനെ 7-bit ബൈനറിയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഇക്വലൻ്റ് ബൈനറിയാണ് ആദ്യം എഴുതിയിട്ടുണ്ടായിരുന്നത്. ദെൻ 7-bit റെപ്രസെൻറ്റേഷൻ ആയതുകൊണ്ട് അതിനകത്ത് 6-bit മാഗ്നിറ്റ്യൂഡിന് വേണ്ടിയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ 4-bit റെപ്രസെൻറ്റേഷനെ 6 ബിറ്റായിട്ട് കൺവേർട്ട് ചെയ്തു. ദെൻ 7th ബിറ്റ് എന്ന് പറയുന്നത് സൈൻ ബിറ്റ് ആണ്. ഇഫ് ദ നമ്പർ ഈസ് പോസിറ്റീവ് ദ സൈൻ ബിറ്റ് വിൽ ബി 0, ആൻഡ് ഇഫ് ദ നമ്പർ ഈസ് നെഗറ്റീവ് ദ സൈൻ ബിറ്റ് വിൽ ബി 1. ഓക്കെ, ഇവിടെ നമ്മുടെ നമ്പർ എന്ന് പറയുന്നത് പോസിറ്റീവ് നമ്പർ ആയതുകൊണ്ട് സൈൻ ബിറ്റ് നമ്മളിവിടെ 0 കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ സൈൻ ബിറ്റ് വരുന്നത്. ദെൻ 7-bit റെപ്രസെൻറ്റേഷനിൽ റിമൈനിങ് ആയിട്ടുള്ള ഒരു 6 ബിറ്റ് എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് 1010 എന്ന് പറയുന്നതാണ് 10. ദെൻ അതിനെ 6 ബിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ 2 സീറോസും കൂടെ നമ്മളിവിടെ ആഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ദെൻ ഇതാണ് ഈ ഒരു നമ്പറിൻ്റെ മാഗ്നിറ്റ്യൂഡ് വരുന്നത്. ഓക്കെ, ദെൻ ദിസ് ഈസ് ദ സൈൻ മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ ഓഫ് പ്ലസ് 10. ദെൻ ഒരു പോസിറ്റീവ് നമ്പറാണ് നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ ആ ഒരു നമ്പറിനെ സെയിം ഫോർമാറ്റിൽ തന്നെയാണ് ഈ 3 റെപ്രസെൻറ്റേഷനിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. അതായത് പ്ലസ് 10 എന്ന് പറയുന്ന ഒരു നമ്പറിനെ സൈൻ മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷനിലാണെങ്കിലും സൈൻഡ് 1's കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷനിലാണെങ്കിലും സൈൻഡ് 2's കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷനിലാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് നെഗറ്റീവ് നമ്പേഴ്സിനെ എങ്ങനെയാണ് ഈ 3 ഫോർമാറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഒരു നെഗറ്റീവ് നമ്പറാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ സൈൻ മാഗ്നിറ്റ്യൂഡിലെ റെപ്രസെൻറ്റേഷനും സൈൻ 1's കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷൻ 2's കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷനും ഡിഫറൻ്റ് ആയിരിക്കും. പോസിറ്റീവ് നമ്പേഴ്സ് ആണെങ്കിൽ ഈ 3 റെപ്രസെൻറ്റേഷനിലും സെയിം പോലെ തന്നെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പക്ഷേ നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ ഈ 3 ഫോർമാറ്റിലും 3 ഡിഫറെൻറ്റ് റെപ്രസെൻറ്റേഷൻ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ കൺസിഡർ -10. ഓക്കെ, -10 എന്നുള്ളൊരു നമ്പറിനെ നമുക്ക് 7-bit ബൈനറിയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് മെത്തേഡ് നമുക്ക് നോക്കാം. 7-bit ബൈനറിയിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് മെത്തേഡിൽ നമ്മൾ സൈൻ മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷനാണ് പോകുന്നത്. സൈൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ.
എങ്ങനെയാണ് സൈൻ മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷനിൽ -10നെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, നേരത്തെ ചെയ്ത പോലെ തന്നെ 7 ബിറ്റിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. അതുകൊണ്ട് തന്നെ സൈൻ മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷനിൽ ഈ ഒരു പറഞ്ഞ സെയിം കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ വരുന്നത്. 7 ബിറ്റ് റെപ്രസെൻറ്റേഷൻ ആണെങ്കിൽ 6 ബിറ്റ് മാഗ്നിറ്റ്യൂഡിനായിരിക്കും, 7th ബിറ്റ് എന്ന് പറയുന്നത് സൈനിന് വേണ്ടിയിട്ടായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് 10 എന്നുള്ള നമ്പറിനെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്? 10 എന്നുള്ള നമ്പറിനെ 1010 എന്നാണ് 4 ബിറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ അതിനെ 6 ബിറ്റ് ആക്കുന്ന സമയത്ത് ഇവിടെ 7 ബിറ്റ് ആയതുകൊണ്ട് നമുക്ക് മാഗ്നിറ്റ്യൂഡിന് 6 ബിറ്റ് റിസർവ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് 6 ബിറ്റ് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യാണ്. 001010 6 ബിറ്റ് ആയിട്ട് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്തു. ഓക്കെ, ദെൻ സൈൻ മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷനിൽ 7th ബിറ്റ് അല്ലെങ്കിൽ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എന്ന് പറയുന്നത് സൈനിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഇത് നമുക്കൊരു നെഗറ്റീവ് നമ്പറാണ് തന്നിട്ടുള്ളത്. നെഗറ്റീവ് നമ്പർ ആണ് എങ്കിൽ സൈൻ ബിറ്റ് എന്ന് പറയുന്നത് 1 ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടുത്തെ 7th ബിറ്റ് ആയിരിക്കും സൈൻ ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ -10 എന്നുള്ളൊരു നമ്പറിനെ സൈൻ മാഗ്നിറ്റ്യൂഡിൽ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക? ഒരു ബിറ്റ് നമുക്ക് സൈനിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്തിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ് വരുന്ന ബിറ്റ്സ് എല്ലാം നമുക്ക് മാഗ്നിറ്റ്യൂഡിന് വേണ്ടിയിട്ടാണ് റിസർവ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇവിടെ 7 ബിറ്റ് ആയതുകൊണ്ട് മാഗ്നിറ്റ്യൂഡിന് വേണ്ടിയിട്ട് 6 ബിറ്റാണ് ഉണ്ടായിരിക്കുക. സൈൻ ബിറ്റ് ഓൾവേസ് 1 ബിറ്റാണ് സൈനിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഈ മാഗ്നിറ്റ്യൂഡിൻ്റെ പ്ലേസിൽ എന്തായിരിക്കും വരുന്നുണ്ടായിരിക്കുക? ഇവിടെ നമ്മൾ 6 ബിറ്റ് ഓൾറെഡി ഡിറ്റർമിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. 001010 എന്നുള്ള 6 ബിറ്റാണ് മാഗ്നിറ്റ്യൂഡ് പോർഷനിൽ വരുന്നത്. അതായത് നമ്മളിപ്പോൾ +10നെ സൈൻ മാഗ്നിറ്റ്യൂഡിൽ റെപ്രസെൻറ്റ് ചെയ്തല്ലോ, ആ സെയിം മാഗ്നിറ്റ്യൂഡ് തന്നെയാണ് ഇവിടെ വരുന്നുണ്ടായിരിക്കുക. ആകെ വ്യത്യാസം വരുന്നത് സൈൻ ബിറ്റിലായിരിക്കും. സൈൻ ബിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി 1 ബിക്കോസ് ഇറ്റ് ഈസ് -10. ഓക്കെ, അതായത് സൈൻ മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷനിൽ +10 ആൻഡ് -10 നമ്മൾ റെപ്രസെൻറ്റ് ചെയ്ത സമയത്ത് ആകെ ഒരു വ്യത്യാസം വരുന്നത് ഈ ഒരു സൈൻ ബിറ്റിൽ മാത്രമാണ്. സൈൻ ബിറ്റ് എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് ഈസ് എ പോസിറ്റീവ് നമ്പർ സൈൻ ബിറ്റ് ഈസ് ഈക്വൽ ടു 0, ഇഫ് ഇറ്റ് ഈസ് എ നെഗറ്റീവ് നമ്പർ സൈൻ ബിറ്റ് വിൽ ബി 1. ഓക്കെ, ദിസ് ഈസ് ദ സൈൻ മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ ഓഫ് -10 in 7 bit, the 6 bit magnitude and 1 bit sign. Now let's see how this -10 can be represented in 1's complement form. 1's complement representation ആണെങ്കിലും ഇതൊരു നെഗറ്റീവ് നമ്പർ ആയതുകൊണ്ട് സൈൻ ബിറ്റ് എന്ന് പറയുന്നത് ഓൾവേസ് വിൽ ബി 1. ഓക്കെ, സൈൻ ബിറ്റ് നമ്മൾ 1 തന്നെയാണ് കൊടുക്കേണ്ടത്. ദെൻ ഈ മാഗ്നിറ്റ്യൂഡിൻ്റെ പോർഷനിലായിരിക്കും വ്യത്യാസം വരുന്നുണ്ടായിരിക്കുക. ഈ മാഗ്നിറ്റ്യൂഡിൻ്റെ പോർഷനിൽ നമ്മൾ എന്താണ് എഴുതേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ മാഗ്നിറ്റ്യൂഡ് ഓൾറെഡി ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ളതാണ്. ആ മാഗ്നിറ്റ്യൂഡിൻ്റെ 1's കോംപ്ലിമെൻ്റ് ആണ് ഇവിടെ നമ്മൾ എഴുതേണ്ടത്. എന്തായിരിക്കും വരുന്നുണ്ടായിരിക്കുക? ഓരോ ബിറ്റിനും ഇൻവേർട്ട് ചെയ്ത് എഴുതണം. 110101 ഇതായിരിക്കും മാഗ്നിറ്റ്യൂഡ് പോർഷനിൽ വരുന്നുണ്ടായിരിക്കുക. Okay, the 1's complement representation of -10 we have to obtain the sign magnitude representation first. ഇവിടെ 7 ബിറ്റ് ബൈനറിയിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് 6 ബിറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് എഴുതാം. ദെൻ MSB ബിറ്റ് എന്ന് പറയുന്നത് 1 ആക്കി കൊടുക്കുക ബിക്കോസ് ദ നമ്പർ ഈസ് നെഗറ്റീവ്. ഓക്കെ, ദെൻ ജസ്റ്റ് ഇൻവേർട്ട് ദ ബിറ്റ്സ് ഓഫ് ദ മാഗ്നിറ്റ്യൂഡ്. അതായത് 1's കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷൻ ആണ് എങ്കിൽ സൈൻ ബിറ്റ് എന്ന് പറയുന്നത് -10 ആയതുകൊണ്ട് തന്നെ സൈൻ ബിറ്റ് ഷുഡ് ബി ഓൾവേസ് 1 ബിക്കോസ് ഇറ്റ് ഈസ് എ നെഗറ്റീവ് നമ്പർ ആൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ബിറ്റ്സ് വിൽ ബി ദ 1's കോംപ്ലിമെൻറ്റ് ഓഫ് ദിസ്. Similarly, we can obtain the 2's complement representation of -10. -10 എന്ന് പറയുന്ന നമ്പറിൻ്റെ 2's complement representation ആണ് നെക്സ്റ്റ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യാൻ പോകുന്നത്. 2's complement representation. Okay, here also we have to keep the sign bit as 1. Sign bit should be 1 because it is -10. സൈൻ ബിറ്റ് 1 ആക്കി വെച്ചിട്ടുണ്ട്. ദെൻ മാഗ്നിറ്റ്യൂഡിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ 6 ബിറ്റ്സ് ആണ് അവൈലബിൾ ഉള്ളത് ബിക്കോസ് വി ഹാവ് ടു റെപ്രസെൻറ്റ് -10 ഇൻ 7 ബിറ്റ് ബൈനറി. ദെൻ ഇവിടെ 6 ബിറ്റ്സ് മാഗ്നിറ്റ്യൂഡിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു 6 ബിറ്റിൽ എന്താണ് വരേണ്ടത്? നമുക്കറിയാം ഓൾറെഡി നമ്മൾ -10 കറസ്പോണ്ടിങ് ആയിട്ട് സൈൻ മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് വന്നിട്ടുള്ള മാഗ്നിറ്റ്യൂഡിൻ്റെ 2's കോംപ്ലിമെൻ്റ് ആണ് നമ്മളിവിടെ ഒബ്റ്റെയിൻ ചെയ്യേണ്ടത്. ഓക്കെ, 1's കോംപ്ലിമെൻറ്റ് നമ്മൾ ഓൾറെഡി ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു 1's കോംപ്ലിമെൻറ്റിൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ നമുക്ക് 2's കോംപ്ലിമെൻറ്റ് കിട്ടും. ഓക്കെ, 110101 എന്നുള്ളതാണ് 1's കോംപ്ലിമെൻറ്റ്. +1 ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തായിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക? 011011. ഇതാണ് 2's കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷനിൽ മാഗ്നിറ്റ്യൂഡിൻ്റെ പോർഷനിൽ വരുന്നത് 110110 വിച്ച് ഈസ് ദ 2's കോംപ്ലിമെൻറ്റ് ഓഫ് 10. ഓക്കെ, as a conclusion, we can say that the signed numbers can be represented in sign magnitude representation, 1's complement representation and 2's complement representation. And whenever we are representing a signed number in these representation formats, we have to reserve the MSB bit for the sign bit and the remaining bits will be the magnitude. Okay, if we want to represent a positive number, the sign bit or MSB bit will be 0. And whenever we are representing the negative numbers, the sign bit will be 1. Okay, and
the positive number can be represented only in a single way. Even though we have three representations, all these three representations are same in the case of a positive number. Okay, if we want to represent a positive number into a n bit representation, the MSB bit will be reserved for the sign bit and the remaining n minus 1 bits for magnitude. Okay. Here you can see that since it is a positive number, the sign bit is 0, and since it is a 7-bit representation, 6 bits are reserved for the magnitude, and 10 can be represented by the 4-bit representation, but we have to represent it 6-bit. So we have added 2 extra zeros. Okay, if we want to represent a negative number, the MSB bit or sign bit should be 1. And the remaining bits should represent its magnitude. If we want to represent the negative number in the sign magnitude form, the magnitude bit will be the corresponding binary of the given decimal. We have to just adjust the number of bits. If we want to represent the given decimal in n bit binary, there will be n minus 1 bits reserved for the magnitude and 1 bit reserved for sign. For example, here we have to represent minus 10 in 7-bit binary sign magnitude form. Then the MSB bit is reserved for the sign and 6 remaining bits are reserved for the magnitude. We have represented 10 as 1010 and we converted it into a 6-bit number by adding the zeros. Okay, then if we want to represent the same number minus 10 in a 1's complement format, the sign bit will be same, it will be equal to 1, and the magnitude will be the 1's complement of this. Okay, here the 1's complement, this is the 1's complement of the original magnitude. Similarly, if we want to represent the minus 10 in 2's complement format, the sign bit will be 1 and the magnitude will be the 2's complement of its original magnitude. It will be also in 6-bit. Okay.